സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിക് എപ്പിസോഡ് ബിഗ് പ്ലാൻസ്. അപ്പൊ ന്യൂ ഇയർ കഴിഞ്ഞ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഏകദേശം കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോയിൽ വരുന്നത്. ഇന്നത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് സിട്രോൺ EC3 ആണ്. അപ്പൊ അതിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു സ്റ്റീരിയോ ഇല്ലാത്തതായിരുന്നു ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഒരുപാട് ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റീരിയോസ് ഇല്ലാത്ത സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നുണ്ട്. അപ്പൊ അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സിട്രോണിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വീഡിയോ ആണ് വന്നിരിക്കുന്ന സ്ഥലത്ത് അയിരൂരാണ്. അയിരൂർ ഡ്രീം കാർസിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ വണ്ടികളിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഡ്രീം കാർസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. അത് പ്രീമിയം ക്വാളിറ്റി മുതലുള്ള പ്രോഡക്ട്സ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് ആൽഫ, ഇൻഫിനിറ്റി, ഹാർമൺസ്, അത് നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഇതിന്റെ പ്രോഡക്ട്സ് അടക്കം നമുക്കിവിടെ വരെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിലെ ചെറിയൊരു മോഡിഫിക്കേഷൻ വീഡിയോസ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ സിട്രോണിൽ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോയും അതുപോലെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് നമ്മൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെ ഒരു ഇലക്ട്രിക് വണ്ടിയിൽ നമുക്ക് സ്റ്റീരിയോ വെക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് മീനിങ് ഫുള്ളി നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം കൊണ്ട് എങ്ങനെ നമ്മുടെ വണ്ടി മോഡിഫൈ ചെയ്ത് കിടിലാക്കാം, ലീഗലായിട്ട് എല്ലാം മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രീം കാർസിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വിലക്കുറവിന് അവർക്ക് എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് AC കൂളന്റ് ഫില്ലിംഗ് അടക്കം അവർ ചെയ്യുന്നുണ്ട്. വീട്ടിൽ വന്ന് അടക്കം അവർ ചെയ്യാറുണ്ട്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വണ്ടി ഫുള്ളി മോഡിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ് ലീഗലായിട്ടുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡ്രീം കാറിന്റെ ലൊക്കേഷൻ വരുന്നത് അയിരൂർ പോലീസ് സ്റ്റേഷന് നിയർ ബൈ ആയിട്ടാണ്. ആ ഒരു മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ ഡ്രീം കാർസിന്റെ ഒരു ഷോറൂം വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നമുക്ക് വണ്ടിയകത്ത് കയറ്റിയിട്ട് പണിയാനുള്ള സൗകര്യം അടക്കം നമുക്കിവിടെ വരുന്നുണ്ട്. AC വർക്ക്സ് ആയിക്കോട്ടെ, സ്റ്റീരിയോ വർക്ക്സ് ആയിക്കോട്ടെ, മോഡിഫിക്കേഷൻ വർക്ക്സ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന്റെ ഒരു ഷോപ്പ് കൂടിയാണ്. അപ്പോൾ സ്റ്റോക്കുകളെല്ലാം ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യാമെന്ന് ഒരു പ്ലാൻ വന്നത്. അപ്പോൾ നിലവിലെ സ്റ്റോക്കുകൾ ഇതെല്ലാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വണ്ടിയിലെ ഒരുപാട് കാലത്തെ ഒരു പോരായ്മ നമ്മൾ മാറ്റാനായിട്ട് പോവുകയാണ്. സ്റ്റീരിയോ, ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ, കാർപ്ലേ അടക്കം വരുന്ന ഒരു സ്റ്റീരിയോ അപ്ഡേറ്റ് ചെയ്ത് ഈ വണ്ടി നമ്മളൊന്ന് മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, എല്ലാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ കടയ്ക്കകത്ത് കയറ്റിയിരിക്കുകയാണ്. കടയുടെ അകത്തിട്ടാണ് നമ്മൾ വണ്ടി പണിയാനായിട്ട് പോകുന്നത്. ടൂൾസ് എല്ലാം എടുത്ത് സെറ്റ് ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ വണ്ടിയിലെ കറണ്ട് ലുക്ക് എന്ന് പറയുന്നത്. വണ്ടിയുടെ അകത്ത് ഒന്നുമില്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പാനൽ മാത്രമാണ് ഉള്ളത്. ആ പ്ലെയിൻ ആയിട്ടുള്ള പാനൽ നമ്മൾ മാറ്റി കംപ്ലീറ്റ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഡോർ രണ്ട് സൈഡിൽ നമ്മൾ സ്പീക്കേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. കമ്പനി തരുന്ന സമയത്ത് നമുക്ക് സ്പീക്കേഴ്സോ ഒന്നും അതിന് വരുന്നില്ല, ഇൻക്ലൂഡ് ആവുന്നില്ല. എല്ലാം നമ്മൾ എക്സ്റ്റേണൽ ചെയ്യുകയാണ്. അതുപോലെ തന്നെ വയറിംഗ് അടക്കം നമ്മൾ എക്സ്റ്റേണൽ ചെയ്യുകയാണ്. വയർ കട്ടൊന്നുമില്ല, പ്ലഗ് ആൻഡ് പ്ലേ ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡോർ പാനൽ ഇളക്കി സ്പീക്കേഴ്സ് വെക്കാനായിട്ട് പോവുകയാണ്. ഇൻബിൽഡായിട്ട് സ്പീക്കേഴ്സോ വയേഴ്സോ ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഈ ഒരു പാനൽ നമ്മൾ ഇളക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാനൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സിട്രോണെ സംബന്ധിച്ച് സ്പീക്കേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, സെൻട്രൽ ലോക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, സ്റ്റീരിയോ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു ബേസ് വണ്ടി ഏകദേശം ഒരു 13 ലക്ഷം രൂപ വില വരുന്ന ഒരു 1280 ഓൺ റോഡ് വില വരുന്ന ഒരു വണ്ടിയിൽ യാതൊരു ഫീച്ചേഴ്സും അവർ കൊടുക്കുന്നില്ല. സെൻട്രൽ ലോക്ക് ഞാൻ എക്സ്ട്രാ ചെയ്തതാണ്, ഇപ്പോൾ സ്റ്റീരിയോ ഇപ്പോൾ എക്സ്ട്രാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഫീച്ചേഴ്സും തരുന്നില്ല. ആകെ ഈ ഒരു വണ്ടിയിലുള്ളത് മൈലേജ്, റേഞ്ച് കാര്യം മാത്രം ആണ് ഇതിൽ ആകെ കിട്ടുന്നുള്ളത് പറയുന്നത്. have some regrets, and no, I never forget. So now you have a few debts. That shit, it needs to
to be paid with blood or some sort of pain. You caused a permanent stain which has determined your fate. I've never seen so clear, I feel the end and it's near. The day of reckoning's here, the sound of deafening fear. You don't die if you try, you just might get a little bit of trouble. Right in your side, you would never see me coming. You don't die if you try, you just might get a little bit of trouble. നിലവിൽ നമ്മുടെ സിട്രോണിലെ ഇന്ത്യയിൽ വരുന്നത് ഈ ഒരു സ്റ്റീരിയോ പാനലാണ് വരുന്നത്. സ്റ്റീരിയോ വരുന്നില്ല, പാനൽ മാത്രമാണ് വരുന്നത്. ഇത് നമ്മളിനി റിമൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. സോ സിട്രോണെ സംബന്ധിച്ച് യാതൊരു വോയിസും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം നമ്മൾ എക്സ്റ്റേണലി വലിക്കേണ്ട ഒരു കാര്യമാണ്. അത് വിത്തൗട്ട് വയർ കട്ടിംഗ് ആണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പ്ലഗ് ആൻഡ് പ്ലേ ആണ് നമ്മൾ വോയിസ് എല്ലാം ചെയ്തിരിക്കുന്നത്. വയർ കട്ടിങ്സ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് വാറണ്ടിയിൽ ഇഷ്യൂ വരുമെന്നുള്ള ഒരു പേടി എല്ലാവർക്കും കാണും. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു വരുന്നത് യാതൊരു വയർ കട്ടിങ്ങും ഇല്ലാതെ നമുക്ക് വാറണ്ടിയിൽ യാതൊരു ഇഷ്യൂവും വരാതെ അവർ ചെയ്തു തരുന്നതാണ്. Next level, so damn you better be careful. I got an angel and devil, he snaps me straight in the temple. I'm ready to be a rebel, I've got a lot of potential hidden inside of this vessel. That shit is so exponential, I need a first class. സോ അങ്ങനെ കുറച്ച് നേരത്തെ നമ്മുടെ പണികൾക്ക് ശേഷം നമ്മുടെ വണ്ടിയിൽ നമ്മൾ സ്റ്റീരിയോ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഡോസ് ആയിട്ടുള്ളൊരു പാട്ട് നമുക്ക് കേട്ടു പോകാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ അകത്തോട്ട് കയറുകയാണ്. അകത്തോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഉണ്ടായ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞൊരു സ്ക്രീൻ വന്നു. സ്ക്രീന് ഞാനൊന്ന് കാണിച്ചു തരാം. സോ വണ്ടി ഓണാക്കിയിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ സ്റ്റീരിയോ എന്ന് പറയുന്നത്. സ്റ്റീരിയോയിൽ പാട്ട് നമുക്ക് ഏതെങ്കിലും കിടപ്പുണ്ടോന്ന് നോക്കാം. ഇൻബിൽറ്റ് ആയിട്ടുള്ള സോങ് നമുക്ക് കേട്ട് നോക്കാം. 6 ഉണ്ടോ? സൗണ്ട് കൂട്ടി നോക്കാം. ഓഫ് ചെയ്യാണ്, കാരണം കോപ്പിറൈറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്റ്റീരിയോ വെച്ചു. ഇനി ബാക്കി പാൻസ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പണി ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വണ്ടി ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് പാട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. ഇല്ല വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ വണ്ടി ഡ്രൈവ് വീണിട്ടുണ്ട്, എക്കോ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് വണ്ടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സ്റ്റീരിയോ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആൻഡ്രോയിഡ് ഓൺകോഡ് പ്ലസ് ആണ് നമ്മുടെ സ്റ്റീരിയോയുടെ നെയിം. എന്തായാലും ഒന്ന് പാട്ടൊന്ന് ഇട്ടോക്കാം. പാട്ട് ഫോണിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഫോണിൽ കണക്റ്റിംഗ്. ക്യാമറയും എല്ലാം വർക്കിംഗ് ആണ്. സോ വണ്ടിയുടെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറയുക. അതോടൊപ്പം തന്നെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടോ നിങ്ങളൊന്ന് പറയുക. അപ്പോൾ ഇത് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു ചെറിയൊരു അപ്ഗ്രേഡും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കാരണം ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോവും.
പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം, ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒരു വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വണ്ടിയിൽ എന്തെങ്കിലും രീതിയിലുള്ള മോഡിഫിക്കേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രീം കാറിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവർക്ക് വീട്ടിൽ വന്ന് ചെയ്യാനുള്ള സർവീസും അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വണ്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു തരും, ഇൻക്ലൂഡിങ് AC വർക്ക്സ് അവിടെ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ ഡ്രീം കാറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. പിക് പ്ലാൻസിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പ്രീമിയം വണ്ടിയുടെ അപ്ഗ്രേഡും മോഡിഫിക്കേഷനും ഇവർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എന്ത് അപ്ഗ്രേഡ് നിങ്ങൾക്ക് EC3 വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം നിലവിൽ നമ്മൾ 2 സ്പീക്കേഴ്സ് മാത്രമാണ് വെച്ചിരിക്കുന്നത്, 2 സ്പീക്കേഴ്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, നമ്മൾ അതും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇനി എന്ത് അപ്ഗ്രേഡ് ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ ഫോർ നൗ, ബൈ ബൈ.